കരിമണൽ കർത്താവിനെ അറിയാത്തവരായി കേരളത്തിൽ ആരുമില്ല. അദ്ദേഹം വലിയ വ്യവസായിയാണ്. വളരെ ഉദാരവാനായ മനുഷ്യനാണ്. ആര് ചെന്ന് ചോദിച്ചാലും അദ്ദേഹം കൈ നിറയെ പണം കൊടുക്കും, സഹായം നൽകും. അപ്പോൾ അങ്ങനെ കേരളത്തിലുള്ള മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പൊതുപ്രവർത്തകരും ഈവൻ പത്രപ്രവർത്തകർ പോലും അദ്ദേഹത്തിൽ നിന്ന് ധാരാളം പണം കൈപ്പറ്റിയതായിട്ട് അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. ഒരു വർഷം ഏതാണ്ട് 100 കോടിയോളം രൂപ അദ്ദേഹം സംഭാവനയായിട്ട് നൽകി എന്നാണ് അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ ഉള്ളത് എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. ശരിയായിരിക്കും, തെറ്റായിരിക്കും, കിട്ടിയവർക്കൊക്കെ അത് അറിയാം. എന്തായാലും ശരി, കരിമണൽ കർത്തായുടെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് CMRL എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ നടത്തിപ്പാണ്. ഈ CMRL കമ്പനിയുടെ പരിപാടി കേരളത്തിലുള്ള കരിമണൽ വാരി ശേഖരിച്ചിട്ട് പ്രോസസ്സിങ്ങിന് വേണ്ടി പുറത്തുള്ള ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഈ സാധനങ്ങൾ കുഴിച്ചെടുക്കുന്ന സമയത്ത് പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും. ഇതിൻ്റെ ഭാഗമായ തീരദേശത്തെ പല ഗ്രാമങ്ങളിലും അതിൻ്റെ പാരിസ്ഥിതികമായ നിരവധി പ്രശ്നങ്ങൾ, ഒരുപാട് ആളുകൾ അതിനെക്കുറിച്ച് പരാതി പറയാറുണ്ട്. ചില പ്രദേശങ്ങളിൽ സമരങ്ങൾ നടക്കാറുണ്ട്. അപ്പോൾ അതിനെയൊക്കെ പരിഹരിക്കാൻ അദ്ദേഹം കാണുന്ന ഏറ്റവും നല്ല വഴി രാഷ്ട്രീയക്കാരായിട്ടുള്ള ആളുകൾ, അധികാരത്തിലുള്ളിരിക്കുന്ന ആളുകൾക്കൊക്കെ വേണ്ട വിധം കൈ അയച്ച് സംഭാവന ചെയ്യുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് ഏർപ്പാട് എല്ലാ മുതലാളിമാരും ചെയ്യാറുള്ളതാണ്. അപ്പോൾ അത് ചെയ്യുന്നത് സീക്രട്ടായിട്ട് ആണ് ചെയ്യാറുള്ളത്. അല്ലാതെ കണക്കിൽ വരവ് വെച്ച് കൊടുക്കുന്ന ഏർപ്പാടും ഉണ്ടാവുമായിരിക്കും. എന്തായാലും ശരി, ഡയറിയിൽ ഇതൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ കരിമണലായാലും ശരി, മറ്റെന്ത് പരിപാടിയാണെങ്കിലും ശരി, കോർപ്പറേറ്റ് കമ്പനികൾ വളരെ കൃത്യമായിട്ടുള്ള നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥമാണ്. അവരുടെ വരുമാനം, അവരുടെ ചെലവ്, അവരുടെ എക്സ്പെൻസസ് ഇതൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എൻക്വയറിയിലാണ് യഥാർത്ഥത്തിൽ ഈ കരിമണൽ കമ്പനിയിൽ നിന്ന് ധാരാളം പണം പുറത്തു പോയിട്ടുള്ളതായിട്ടും വലിയ തോതിലുള്ള സംഭാവനകളോ അല്ലെങ്കിൽ എന്താ പറയുക, ഈ കള്ളപ്പണം വെള്ളപ്പണമാക്കുന്ന പ്രക്രിയയോ, അതിന് പറയുക മണി ലോണ്ടറിങ് എന്നാണ്, പണം വെളുപ്പിച്ചെടുക്കുന്ന പരിപാടി, അങ്ങനെ എന്തൊക്കെയോ നടന്നതായിട്ടുള്ള ഒരു ആരോപണം വന്നു. അതിനെക്കുറിച്ച് അന്വേഷണം വന്നു. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അന്വേഷിച്ച് പോയപ്പോഴാണ് എക്സാലോജിക് എന്ന് പറയുന്ന ഒരു കമ്പനിയെ അവർ കണ്ടെത്തുന്നത്. എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി ഒരു ഒറ്റയാൾ കമ്പനിയാണ്. ആ കമ്പനിയുടെ ഉടമസ്ഥ വീണാട്ടി എന്ന് പറയുന്ന കേരളത്തിലെ ഒരു വ്യവസായ പ്രമുഖയാണ്. അവർ സ്വന്തമായിട്ടൊരു വ്യവസായം തുടങ്ങിയാണ്. അവരുടെ അഡ്രസ്സ് ആ കാലത്ത് അവർ കൊടുത്തിരുന്ന AKG സെൻറ്റർ എന്ന ട്രിവാൻഡ്രത്തുള്ള ഒരു സ്ഥാപനത്തിൻ്റെ പേരാണ്. AKG സെൻറ്റർ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുള്ള ഒരു 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 കോർപ്പറേറ്റ് കമ്പനിയല്ല, നേരെ മറിച്ച് CPM എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആഫീസാണ്.